കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിലുള്ള തിരക്ക് നോക്കിക്കേ, ഒരു പ്രാന്താണ് ഈ വണ്ടി ഓടിക്കണവര്. ഇത് ധാരാവിലത്തെ സ്ലബ് ഏരിയ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്നൊക്കെയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങളും. അത് ചായ പൈസ ഇവിടുത്തെ പുഴുക്കളൊക്കെ പിടിക്കുകയാണ്. അപ്പോൾ ഗയ്സ്, എല്ലാവർക്കും നമ്മളുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മളുടെ അഫ്രോസ് ചേട്ടനുണ്ട് കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എ ഡേ വിത്ത് അഫ്രോസ് ഗാസി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. നമുക്ക് കുറച്ച് പ്ലാനുകളുണ്ട്. ആക്ച്വലി എനിക്കല്ല, മുപ്പത് കുറച്ച് പ്ലാനുകളുണ്ട്. അപ്പോൾ എനിക്ക് ലോക്കൽ ട്രെയിനൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്നത് നേരെ ഇവിടുത്തെ സ്റ്റേഷനിലേക്കാണ്. CST സാന്താക്രൂസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇവിടുന്ന് ഒരു അരമണിക്കൂറോളം ട്രെയിനിൽ പോകാനുണ്ട്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം ഇന്നത്തെ ദിവസം ഫുള്ള് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. ഇപ്പം നല്ല തിരക്കുള്ള ടൈമാണ്. നമ്മളിപ്പോൾ ട്രെയിൻ കയറാൻ പോകുന്നത് CST എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. അതായത് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലാണ്. ഇത് ഇവിടുത്തെ മുംബൈയിലത്തെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനാണ് കേട്ടോ, എൻഡിങ് ആണ്. ഇവിടെ നിന്നാണ് ട്രെയിനുകളൊക്കെ പിന്നെ അങ്ങോട്ടേക്ക്, അതായത് മുംബൈയുടെ നോർത്ത് ഭാഗത്തേക്കൊക്കെ പോകുന്നത്. ഇത് മുംബൈയുടെ സൗത്ത് എൻഡാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ ടാക്സികളാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ടാക്സികളുണ്ട് ഇവിടെ. ടാക്സികൾ ഭയങ്കര ഫേമസ് ആണ്. നമ്മളവിടുത്തെ ഓട്ടോയും കാര്യങ്ങൾക്കൊക്കെ പകരം ഇവിടുത്തെ ആൾക്കാർ ടാക്സികളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഇന്ത്യൻ ഫ്ലാഗും കാര്യങ്ങളൊക്കെ മുമ്പിൽ കാണുന്നുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. തിരക്കിൻ്റെ നമ്മളുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്, അതായത് ഈ കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. പണ്ടത്തെ ബിൽഡിങ്ങാണ്, പണ്ടത്തെ കാലത്തെ ബിൽഡിങ്ങാണ്. അതാണ് ഈ ഒരു ഭംഗിയൊക്കെ ആയിട്ടുള്ളത്. നമ്മുടെ ഫോർട്ട് ഏരിയയിലാണിത്. ഫോർട്ട് ഏരിയയിലത്തെ എല്ലാ ബിൽഡിങ്ങുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടുത്തെ ആ ഒരു കൗണ്ടറാണ് കേട്ടോ, ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. അവിടെ ട്രെയിനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ അഫ്രോസ് ബ്രോദി അവിടെ ക്യൂവിൽ നിൽപ്പുണ്ട് നമ്മൾക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട്. ഇവിടെ ഭയങ്കര തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ ലോക്കൽ ട്രെയിനിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കയറാൻ പോകുന്നത്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല ഇവിടുത്തെ ട്രെയിനിൽ. ഇവിടെ ലോക്കൽ ട്രെയിനുകളുണ്ട്, അല്ലാതെ ലോങ് റൂട്ടുകളിലേക്ക് പോകുന്ന ട്രെയിനുകളുണ്ട്. ലോക്കൽ ട്രെയിനുകൾ എനിക്ക് തോന്നുന്നു താനെ വരെയുള്ള ഭാഗങ്ങൾ വരെ ഉള്ളൂ. അത് ഇവിടുന്ന് നമ്മൾ ഈ ഫോർട്ട് റീജിയനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. CST റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് താനെ വരെ മാക്സിമം ഒക്കെ പോകുന്ന ട്രെയിനുകളാണ്. 20 രൂപ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കേട്ടോ. ഞങ്ങൾ 2 പേർക്ക് 40 രൂപയായി. ഇവിടുത്തെ ട്രെയിനൊക്കെ ഭയങ്കര ചീപ്പാണ്. നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ടിക്കറ്റിന് 20 രൂപ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ഈ ട്രെയിനിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഭയങ്കര തിരക്കാണ്. തിരക്കിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഈ ഫോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ രാവിലെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഭയങ്കര തിരക്കായിരിക്കും. വൈകിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്കായിരിക്കും തിരക്ക്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് തിരക്ക് കുറവായിരിക്കും നമുക്ക് കയറാനുള്ള ട്രെയിനുകളിൽ. പക്ഷേ അവിടെ നിന്നുള്ള ട്രെയിനുകളിൽ കയറാനും പറ്റത്തില്ല. നമ്മൾ ഈ മുംബൈയുടെ വീഡിയോസ് കണ്ടിട്ടില്ല, മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസും ഷോർട്സൊക്കെ കണ്ടിട്ടില്ല. ഭയങ്കര തിരക്കിൽ ആൾക്കാരൊക്കെ ഇടിച്ച് വരുന്നത് അത് ഇവിടുത്തെ ഈ ഒരു സ്റ്റേഷനിൽ നിന്നും ഒക്കെയുള്ള വീഡിയോസാണ്. അപ്പോൾ ഇവിടെ മൊത്തം 18 പ്ലാറ്റ്ഫോം ഉണ്ട്. ആദ്യത്തെ ഒരു 1 തൊട്ട് 8ാമത്തെ പ്ലാറ്റ്ഫോം വരെ ലോക്കൽ ട്രെയിനുകൾ ഓടുന്ന പ്ലാറ്റ്ഫോമാണ്. ഇവിടുത്തെ അടുത്തുള്ള ലോക്കൽ സ്ഥലങ്ങളൊക്കെ പോകുന്ന ട്രെയിനുകളാണ് അവിടെ വരുന്നത്. അതിനുശേഷമുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ലോങ് റൂട്ടിൽ പോകുന്ന ട്രെയിനുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു ലോക്കൽ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടുന്ന് കുറച്ച് ഷോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം. ആ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ, എന്തൊരു വലുതാന്ന് നോക്കിക്കുക, ഭയങ്കര വലുപ്പമാണ്. 3 lines available here. One central line, second western line, and then harbour line. All suburban train goes now all Mumbai station. ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക്. 15 30 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പോൾ അത്രയും ദൂരം ഉണ്ടായിട്ട് പോലും 10 രൂപയൊക്കെയാണ് വൺ സൈഡ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരത് ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിവിടെ നിർത്തിയിട്ടുന്ന ട്രെയിൻ പോയിട്ടുണ്ട്. ഈ ട്രെയിൻ പോയിട്ട് അടുത്ത ട്രെയിൻ വരും. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അവിടുത്തെ ട്രെയിനുകൾ കണ്ടില്ലേ, ആൾക്കാർ നിർത്തുന്നതിന് മുമ്പ് അതിനെ ചാടി ഇറങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും. കാരണം അത്രയും പുഷ് ബാക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോൾ രാവിലെ ആയിട്ടാണ് ഇങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ പകുതി പേര് പുറത്തായിരിക്കും. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ആൾക്കാർ തെറിച്ച് പുറത്തേക്ക് വീഴുന്നതും അങ്ങനെ യാത്ര ചെയ്യുന്നതൊക്കെ. ആ ഒരു റിസ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു റിസ്കി ട്രെയിൻ യാത്ര കാണാൻ പറ്റും. ഇതാണ് ആ ഒരു CST റെയിൽവേ സ്റ്റേഷൻ. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് സ്റ്റേഷനാണ്. പണ്ടത്തെ ബിൽഡിങ്ങാണ്, ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് കൊടുക്കുന്ന കാണാൻ പറ്റും കേട്ടോ. ഒരു ചെറിയ പൈസയൊക്കെ വെറുതെ ചെയ്ത് കൊടുക്കും.
നമ്മുടെ ട്രെയിൻ ഇവിടെ ഗോർഗാവിലേക്കുള്ള ട്രെയിന് പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് വരുന്നത്. ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ AC ഉണ്ട്, നോൺ AC ഉണ്ട്. നമ്മൾ ഈ കാണുന്നത് AC ട്രെയിനാണ്. നോൺ ACനേക്കാളും കുറച്ചുകൂടി റേറ്റ് ആവും, പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഞങ്ങളുടെ ട്രെയിൻ വന്നിട്ടോ, അതെ ഞങ്ങളുടെ ട്രെയിൻ വരുന്നുണ്ട്. നല്ല തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി തിരക്കാണ്. അപ്പോൾ ഗൈസ് ഞാനത് ട്രെയിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഈ ട്രെയിനിലാണ് പോകുന്നത്. ഇപ്പം കാലിയാണ്, ഇന്ന് സ്റ്റാർട്ടിങ് ട്രെയിൻ ആയതുകൊണ്ട് ഇപ്പം കാലിയാണ്. ഇവിടുന്ന് ഇനിയിപ്പം അങ്ങോട്ട് തിരക്കാവും. നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ കയറാൻ നേരത്ത്. ഞങ്ങളിത് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ. ഗൈസ് ഈ മുംബൈയിൽ ലോക്കൽ ട്രെയിൻ കയറുന്ന സമയത്ത് ട്രെയിൻ കാലിയാണെങ്കിൽ ഇതുപോലെ നിന്ന് വൈബൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ. എന്തോരം ട്രാക്കാണ് നോക്കിക്കേ. ഒത്തിരി മിക്ക സ്റ്റേഷനുകളും നല്ല വലിയ സ്റ്റേഷനുകൾ തന്നെയാണ്. ഈ ഡോറിന്റെ അവിടെ നിന്ന് ഇതുപോലെ കാഴ്ചകൾ കാണാന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു പരിപാടിയാണ്. പക്ഷെ അതുപോലെ തന്നെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇത് ഞാൻ ജസ്റ്റ് 2-3 ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ കയറിയ ട്രെയിൻ ഫുള്ളായിട്ടോ. ഗുയിസ് നമ്മൾ ട്രെയിനിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ റെയിൽവേ സ്റ്റേഷനുകളോട് ചേർന്നിറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ എല്ലാം സ്ലം ഏരിയാസ് ആണ്. ഒരുപാട് ചേരികളുണ്ട്, ഒരുപാട് ഗലികളുണ്ട്. നമ്മൾ ഈ ട്രെയിനിൽ നിന്ന് കാണുന്നത് കൂടുതലും ഇങ്ങനത്തെ സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ സാന്താക്രൂസ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇറങ്ങാം. നമ്മളിത് വന്ന ട്രെയിനാണിട്ടത്. ഇതാണ് ആ ഒരു സാന്താക്രൂസ് സ്റ്റേഷൻ കേട്ടോ. ഇവിടെയാണ് വന്ന് ഇറങ്ങിയേക്കുന്നത്. ബീസ് ഇവിടെ എല്ലാവരും ബാഗൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലേക്കായിരിക്കും ഇട്ടേക്കുന്നത്. കാരണം ബാക്കിലിടുന്നത് ഭയങ്കര റിസ്ക്കാണ്. നമുക്ക് ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്കാണ് പോകാനുള്ളത്. ഇവിടുത്തെ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ നല്ല സ്കില്ല് വേണം. കാരണം അമ്മാതിരി തിരക്ക് ചില സ്റ്റേഷനുകളിൽ നിന്ന് വരും. നമ്മൾ കയറിയെടുത്ത കാലിയായിരുന്നെങ്കിലും പിന്നീട് നല്ല തിരക്കായിരുന്നു. ഇവിടെ താഴെയൊക്കെ 1 മിനിറ്റിൽ എത്ര ട്രെയിനുകളെ ബാക്കി നോക്കി. ഞങ്ങൾക്ക് വഴി അറിയാൻ പാടില്ല, പുള്ളി വഴി ചോദിക്കുകയാണ്. As the rate was ഞങ്ങളൊരു ഓട്ടോ എത്രയില്ല. എന്തോരം ഓട്ടോകളൊന്നും കയറിയിട്ട ട്രെയിനിൽ. സുഹൃത്തുക്കളെ നല്ല അടിപൊളി ബ്ലോക്കാണ് കേട്ടോ. ബ്ലോക്കാണ്. ഇവിടെ ഒരുപാട് ഓട്ടോകളുണ്ട്, ഇഷ്ടംമാതിരി ഓട്ടോകളുണ്ട് ഇവിടെ. ഇതുണ്ടോ, ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് പേര് ഓട്ടോകളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടുത്തെ റിക്ഷക്കാരെല്ലാം ഇങ്ങനെയാണ് കേട്ടോ. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഫോണൊക്കെ വിളിച്ച് കഥയൊക്കെ പറഞ്ഞൊക്കെ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത്. അവരുടെ ഇടിപ്പ് തന്നെ മൊത്തത്തിലൊരു വശപ്പശയാണ്. ഇവിടെ ഇങ്ങനെയാണ്. നമ്മൾ എവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ? ബ്രോയുടെ വീഡിയോസ് എടുക്കാൻ കേട്ടോ. അവിടെ വ്ലോഗിലാണ്. ഞാനിത് ഇവിടെ പോസ്റ്റായിട്ട് ഇതിങ്ങനെ കണ്ട് കേട്ട് ഇരിക്കാനാണ്. എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ക്യാൻ ഐ ടേക്ക് യു ഇൻ മൈ വീഡിയോ? ഹായ് ബോലോ. എനിക്കിവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. आपका नाम क्या है? मेरा गौरी यशोदा. यशोदा. ओके. यशोदा दीपक सोलंकी. ओके. थैंक यू. कितना क्लास में स्टडिंग है? 9th स्टैंडर्ड है ना? 9ാം ക്ലാസ്സിൽ പഠിക്കാൻ കേട്ടോ. ഇവിടെ ബ്രോ വീഡിയോ എടുക്കാൻ കണ്ട. മൂപ്പര് വീഡിയോ എടുക്കുന്നത് ഇങ്ങനെയാണ്. അവർ സെറ്റായിട്ട് പ്രസൻറ്റൊക്കെ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ജീവിതം പുറകെ പിടിച്ചുകൊണ്ടായിട്ട് ഞാൻ ഈ ഓട്ടോയിലിരിക്കുന്നത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഓട്ടോ യാത്രകളിൽ ഏറ്റവും റിസ്കി ആയിട്ട് തോന്നിയ ഒരു റൈഡായിട്ടത്. അവന് പ്രാന്താണ് ഈ വണ്ടി ഓടിക്കണവര്. അവൻ പറക്കുകയാണ്. അവൻ ഒന്നാമത് അവൻ റോഡിലേക്ക് നോക്കണല്ലോ. അവന്റെ കണ്ണ് പല സൈഡിലേക്കാണ് പോണത്. ഇവനോട് പതുക്കെ പോകാൻ പറഞ്ഞിട്ട് രക്ഷയില്ല കേട്ടോ. ഇത് മിക്കവാറും നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മുട്ടി വരയ്ക്കാനൊക്കെ കൊണ്ട് നല്ല സാധ്യതയുണ്ട്. ഗുയിസ്, ഈ ഒരു റൈഡ് ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടോ. എൻ്റെ പൊന്നോ, ഇതൊരു 1.5 റൈഡായിരുന്നു. മഹാരാഷ്ട്രയിൽ തന്നെയുള്ള അഫ്രോസ് ഭായിയുടെ വരെ കിളി പോയി. അപ്പൊ പിന്നെ കേരളത്തിൽ നിന്ന് നമ്മുടെ കാര്യം പറയേണ്ടത്. സുഹൃത്തുക്കളെ, താങ്ക്സ് ഫോർ ഗിവിംഗ് അവർ ലൈഫ് ബാക്ക് ബ്രോ. हिंदी में बोलो वो. हाँ क्या बोलेगा, इन लोग को कोई फर्क नहीं पड़ता. बाय ब्रो. भाई नाम क्या आपका? नाम क्या है? इमरान भाई. कितना टाइम से ऑटो चला रहे हो? 5 साल से. गुड. चैंपियन नाउ. थैंक यू भैया.
ചത്തില്ലെന്നേ ഉള്ളു സുഹൃത്തുക്കളെ. ജസ്റ്റ് മിസ്. എൻ്റെ പൊന്ന്, എൻ്റെ കിളി പോയിട്ടിരിക്കണായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മിണ്ടാൻ പോലും പറ്റണില്ല, ഇറങ്ങാനും പറ്റാനുള്ള. ആളിറങ്ങാനുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവനോട് ഇന്ന് പതുക്കെ പറഞ്ഞിട്ട് ഇവന് ഒന്നും കൂടി ഹൗസ് റൈഡ് കിത്തന കൈസ ഹെയർ റൈഡ്. നമ്മളിത് കയറി അതേ സ്റ്റേഷനിൽ തിരിച്ചെത്തിട്ടോ. നോ സേഫ്റ്റി നത്തിങ്. അപ്പോൾ കുറിച്ച് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ടോ. നിങ്ങൾ ധാരാവി എന്ന് കേട്ടിട്ടോ. ആ ധാരാവിയിലേക്കൊന്ന് പോകാനുള്ള ഒരു പരിപാടിയിലാണ്. കുറിച്ച് ഇവിടുത്തെ സ്ലം ഏരിയയിലൊക്കെ കയറി വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ റിസ്ക് ഏറ്റെടുക്കാൻ പോവാണ്. നമ്മുടെ ട്രെയിൻ ഇവിടെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറിച്ച് ഈ സാന്താക്രൂസ് സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ധാരാവിയിലേക്ക് ട്രെയിൻ ഇല്ല. നമ്മുടെ ഇടയിൽ വടല എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ ഇറങ്ങണം കേട്ടോ. ഈ ട്രെയിനിൽ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ കയറിയ ട്രെയിനേക്കാളും നല്ല തിരക്കുണ്ട്. അപ്പോൾ കുറിച്ച് നമ്മളിത് വടല സ്റ്റേഷൻ എത്തിട്ടോ. ഇവിടുന്ന് അടുത്ത ട്രെയിൻ പിടിക്കണം. GBT നഗർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഇറങ്ങിയിട്ട് വേണം ധാരാവിയുടെ ആ ഒരു സ്ലം ഏരിയയിലേക്ക് നടക്കാനായിട്ട്. അപ്പം ഇവിടുന്ന് ഇനി അടുത്ത ട്രെയിൻ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഓരോ മിനിറ്റിൽ ഇങ്ങനെ 2-3 ട്രെയിനുകൾ വെച്ചിട്ടാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ വീസ് നമ്മളിത് അടുത്ത ട്രെയിനിൽ കയറി കേട്ടോ. വടലയിൽ നിന്ന് GBT നഗറിലേക്കുള്ള ട്രെയിനിൽ കയറി. വീസ് നമ്മളിത് ഇവിടെ ഒരു സ്ലം ഏരിയയുടെ സൈഡിൽ കൂടെയാണ് ഈ പോകുന്നത് കേട്ടോ. അതൊക്കെ അപ്പോൾ ഗുയിസ് നമ്മൾ ഗുരു തെഹ് ബഹദൂർ എന്ന് പറയുന്ന ആ ഒരു GTB നഗർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പുറത്തുള്ള ഒരു തട്ടുകടയിൽ കയറിയിട്ട് ഒരു സ്ട്രീറ്റ് ഫുഡ് അവിടുത്തെ ഒരു സാൻഡ്വിച്ച് ഐറ്റം ട്രൈ ചെയ്തു. അപ്പോൾ അവിടുന്ന് തൊട്ടടുത്തുള്ള കരിക്കടയിൽ കയറിയിട്ട് ഒരു അടിപൊളി കരിക്കും കുടിച്ചിട്ട് നമ്മൾ ഷെയർ ടാക്സി പിടിച്ചു കേട്ടോ. നമ്മൾ പോകാൻ പോകുന്നത് ധാരാവിയിലേക്കാണ്. ആ ധാരാവിയിലേക്കുള്ള അല്ലെങ്കിൽ ധാരാവിയുടെ ഏറ്റവും അടുത്ത് തന്നെ എത്താൻ പറ്റുന്ന ഒരു ഷെയർ ടാക്സി ഓപ്ഷൻ കിട്ടി. അപ്പോൾ അങ്ങനെ അതെടുത്തു. ഈ ഷെയർ ടാക്സിയുടെ ഉള്ളിൽ ഇരിക്കുന്നതും ആ ഒരു വൈബൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മളിതേ അവിടുന്ന് ധാരാവിയുടെ ഏറ്റവും അടുത്തുള്ള ഒരു പോയിന്റിൽ പോയിട്ട് ഇറങ്ങി. ഇപ്പോൾ ഈ ധാരാവിയിലത്തെ സ്ലം ഏരിയ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ കാണുന്ന ഒരു സ്കൂളാണ് കേട്ടോ. കാമരാജർ മെമ്മോറിയൽ ഇംഗ്ലീഷ് ഹൈസ്കൂളാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ഒരു സ്ലമ്മിൻ്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് പതിയെ അകത്തേക്ക് കയറാം. അകത്തെ കാഴ്ചകളിലേക്ക് പോവാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ആ ഒരു സ്ലമ്മിലത്തെ കാഴ്ചകളെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. കാരണം ധാരാവി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പ്രത്യേകിച്ച് വൈവിധ്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന മുംബൈയുടെ ഈ ഒരു സൈഡ് കൂടി അറിയാൻ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ധാരാവിയിലത്തെ സ്ലമ്മുകൾ മിസ് ചെയ്യരുത്. കാരണം നമ്മുടെ മനസ്സിലുള്ള ആ ഒരു സ്ലമ്മുകളെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടും ഇവിടെ വന്നു കഴിയുമ്പം ഉണ്ടാകുന്ന ആ ഒരു തിരിച്ചറിവുകളും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ധാരാവിയിലത്തെ സ്ലംസ് എനിക്ക് ഭയങ്കര പുതിയൊരു അനുഭവമായിരുന്നു. അതിനുള്ള ഒരുപാട് ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ക്ലോത്ത് ഐറ്റംസ് ആണെങ്കിലും സോപ്പ് ഐറ്റംസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ സ്ലമ്മുകളല്ല അത്. അതിൻ്റെ ഉള്ളിലത്തെ കളികൾ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനുള്ളിലേക്ക് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒന്നാമത് നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലത്തെ വഴികൾ അറിയില്ല, അതിനുള്ളിലത്തെ ആളുകൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഒന്നും അറിയാതെയാണ് നമ്മളൊരു ക്യാമറ പിടിച്ച് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ അതിൻ്റെ റിസ്ക് വളരെ വലുത് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു റിസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ധാരാവി സ്ലം ഏരിയയുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കാണുക. അപ്പോൾ അതിലത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒരു റഫായിട്ട് മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സ്ലമ്മിലത്തെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്ലമ്മിന്റെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. सलमान खान ഓക്കെ अयान सलमान मेरा सलमान है. इसको सलमान ले, इनको जाने दो, इनको जाने दो. इधर को भी हेलो. നമ്മളിവിടെ ഒരു മെയിൻ റോഡിലേക്ക് തിരിച്ച് കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കയറിയ വഴിയും നമ്മൾ ഇറങ്ങിയ വഴിയും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ കയറിയ സൈഡിലല്ല നമ്മൾ ഇറങ്ങിയേക്കുന്നത്. ഏതോ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കേണ്ടി വരും. ഇതിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ ഇത്രയും നേരം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഇത്രയും നേരം. आपका नाम क्या है? अयूब खान. और आपका? नसीम. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്, ബാന്ദ്ര ഫോർട്ട്. നമ്മൾ സ്ലംസിൽ കയറി വീടെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിനുള്ളിലുള്ള ആളെല്ലാം നമ്മളുടെ അപ്പിയറൻസ് കൊണ്ടും നമ്മളുടെ ലുക്ക് കൊണ്ടൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാനൊരു ഹിന്ദിക്കാരനല്ലാന്ന് കൂടി അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, മഹാരാഷ്ട്രക്കാരനല്ല എന്നുള്ളത്. അപ്പം ചിലരൊക്കെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ നോട്ടം നോക്കും, ചിലർ കലിപ്പിട്ട് നോക്കും. അപ്പോൾ ഒരുപാട് വീഡിയോ എടുത്ത് അതിനിടയിൽ കൂടെ വരിക എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. പിന്നെ ആരെങ്കിലും പിടിച്ചു നിർത്തിയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല, ഫുൾ ഡിലീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ക്യാമറ പിടിച്ച് എനിക്ക് ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഒരു മിതത്തിലാണ് വീഡിയോ എടുത്തത്. ഒട്ടും എടുക്കാതിരുന്നതും ഇല്ല, പക്ഷേ ഓവർ ആക്കിയതും ഇല്ല. ഇപ്പോഴത്തെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ്
ഇനി ഇതിൻ്റെയും നമ്മളിപ്പോൾ കയറിയ സ്ലമ്മിനേക്കാൾ ഇടുങ്ങിയ സ്ലമ്മുകളുള്ള സ്ഥലങ്ങളുണ്ട്, ഭയങ്കര ഇടുങ്ങിയ സ്ലമ്മുകൾ. ഇപ്പോൾ തന്നെ വന്നത് പല സ്ഥലങ്ങളിലും വഴിയൊന്നുമില്ല, നമ്മളതിൻ്റെ ഇടയിൽ കൂടെ വയറുകളൊക്കെ മാറിയിട്ടൊക്കെയാണ് വന്നത്. ഇനി അങ്ങോട്ടേക്ക് കയറാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്, പക്ഷെ അത് ഭയങ്കര റിസ്ക്കാണ്. നമ്മളൊന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. നമുക്കൊന്ന് എന്തായാലും കയറി നോക്കാം. നമ്മൾ വന്ന സ്ഥിതിക്ക് ട്രൈ ചെയ്യാം, റിസ്ക് ഉണ്ട്, ട്രൈ ചെയ്യാനായിട്ട്. കുഞ്ഞിരുന്നിട്ട് ആ ചെറുക്കനിരുന്നിട്ട് ഇവിടുത്തെ പുഴുക്കളൊക്കെ പിടിക്കുകയാണ്. എന്നിട്ട് അതിനവർ ചൂണ്ടയിൽ കൊടുത്തിട്ട് മീനിട്ട് കൊടുക്കും. മീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഈ ഒരു റോഡിന് 60 ഫീറ്റ് റോഡെന്നാണ് പറയുന്നത്. അതായത് റോഡിൻ്റെ ഈ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ 60 ഫീറ്റ് വീതിയാണുള്ളത്. നല്ല തിരക്കുള്ള റോഡാണ്, നല്ല ക്രൗഡഡ് റോഡാണ്. ഒരുപാട് വണ്ടികളുണ്ട് ഇതിനകത്ത്. തലയ്ക്ക് വെളിവിട്ടത്തില്ല ഇതിനിടയിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ. നമ്മളിതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കാൻ പോകാം കേട്ടോ. ഇവിടുന്ന് താഴേക്ക് ഒരു നല്ല വ്യൂ ഉണ്ടാവും കേട്ടോ. നമ്മൾ ആ ഒരു വ്യൂവിൻ്റെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറിയതാണ്. ഇവിടുത്തെ റോഡ് ക്രോസ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ മാത്രമേ പറ്റത്തുള്ളൂ. സുഹൃത്തുക്കളെ, ആ ഒരു മെയിൻ സ്ലമ്മേരിയുടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മുകളിലോട്ടൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ലമ്മിൻ്റെയൊക്കെ മുകളിൽ നിന്നുള്ളൊരു ഒരു കാഴ്ച കിട്ടും. അങ്ങനെ കയറിയതാണ് കേട്ടോ. ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. ഇതേ നമ്മുടെ അഫ്രോസ് ബ്രോയും ഉണ്ട് എൻ്റെ ഇവിടെ. നമ്മൾ നേരത്തെ പോയതൊക്കെ ആ ഒരു ഭാഗത്തുള്ള സ്ഥലങ്ങളായിരുന്നു. ഇവിടുന്ന് അകത്തേക്കുള്ള ആ ഒരു ഗലിയിലേക്കാണ് നമ്മൾ പോയത്. കുറേ അധികം അകത്തേക്ക് കയറിയായിരുന്നു. ഇതിവിടുത്തെ ഒരു മെയിൻ ഏരിയ ആണ്. ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ടൈമുമാണ് 5:30 വൈകുന്നേരം 5:30 സമയമായിട്ടുണ്ട്. നല്ല തിരക്കുള്ളൊരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പം നടക്കുന്നത് തന്നെ. ട്രാഫിക് ബ്ലോക്കാണ് സുഹൃത്തുക്കളെ, ഫുൾ ബ്ലോക്കായി. ഇവിടെ ക്രോസ് ചെയ്യാന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്, ഭയങ്കര ടാസ്ക്കാണ്. അത്രയും തിരക്കുള്ള സ്ഥലമാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഗലി ഇവിടെയാണ് കണ്ടത്. ഇവിടെ നിന്നിട്ട് ഒരാൾ വർക്ക് ചെയ്യണം കേട്ടോ. ഏറ്റവും അധികം വേസ്റ്റ് ഒഴുകി പോകുന്നൊരു സ്ഥലങ്ങളിലൊന്നാണ്. എൻ്റെ തന്നെ ഒഴുക്കാണെന്ന് നോക്കി. ഇവിടുന്നൊക്കെയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങളും ഉത്ഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലേക്ക് വീഴുകയോ അല്ലെങ്കിൽ ഇതിലേക്ക് ക്യാമറയോ ഫോണോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ടത്. ഈ ഫോണൊക്കെ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, കിട്ടിയിട്ടും കാര്യം ഉണ്ടാവില്ല. അതാണ് മുംബൈ എന്ന് പറയുന്നത്. ഒരിക്കലും നല്ലത് മാത്രമല്ല, ഇതുപോലെയുള്ള കാഴ്ചകൾ മുംബൈയിലുണ്ട്. ഇതുപോലെ ഇതൊക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. കാരണം ഇത്രയും മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലും ജീവിതത്തോട് പൊരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ ഗലിയിൽ കയറിയ സമയത്ത് എനിക്ക് ഒരുപാട് വിഷമം തോന്നിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ക്യാമറ കുറേ സമയത്തൊക്കെ ഓഫാക്കി. കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് തോന്നുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ വേസ്റ്റ് വെള്ളത്തിലൊക്കെ കിടന്ന് കളിക്കുന്നതും, താഴെ കിടന്നുറങ്ങുന്നു. വീടുകൾക്കൊന്നും വാതിലൊന്നുമില്ല, കർട്ടനുകൾ വെച്ച് മറിച്ചേക്കാണ്. അവർക്ക് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസോ ടോയ്ലറ്റോ ഒന്നുമില്ല. അത്രയും സാഹചര്യങ്ങൾ ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് മുംബൈയിൽ. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടേക്കുന്നത് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. ഞാനിന്ന് കണ്ടതിൻ്റെ ഒരു 10% മാത്രമേ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 90% അതിലും ഭീകരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തോരം വേസ്റ്റ് നോക്കി. ഈ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടംമാതിരി വേസ്റ്റ് കിടക്കുന്നത്. ഇത് അങ്ങോട്ടേക്കൊക്കെ ഒരുപാട് വേസ്റ്റാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ആളുകൾ ഇതേ ഫുഡ് കടകളും ഒക്കെ ഉണ്ട്. താനും ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇത് മെയിൻ ഏരിയ തന്നെയാണ്. ആ ഒരു ജംഗ്ഷൻ ഏരിയ ആണ്. നമ്മൾ നേരത്തെ ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് വീഡിയോസ് എടുത്തത് കേട്ടോ. ഇതിനകത്തേക്ക് നടക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളും കൂടെ ഉണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് ഞാൻ ഈ വീഡിയോ എൻ്റെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിനകത്തേക്ക് കുറേ സ്ഥലങ്ങളുണ്ട്. ഇത് നമ്മുടെ പപ്പായാണ് കേട്ടോ. എന്തൊരു വലിപ്പമാണ് നോക്കി. ഇങ്ങോട്ടേക്ക് വഴിയുണ്ട്. ഈ വഴി അകത്ത് കയറാവുന്നതാണ്. നമുക്ക് എന്തായാലും കുറച്ചൊന്ന് പോയി നോക്കാം. बस नाम रह गया उसका नाम उसका बहुत वो मिल किधर है? जैस्मिन मिल ये आगे ये बिल्डिंग के पास हो जाते हैं। वो मॉस्क मस्जिद किधर है? सामने मस्जिद होते है ना? ये बड़ी बिल्डिंग के अंदर भी है और इधर भी है। ये बहुत बेटा दो बहू। तो इधर सभी तरह पीपल है। सब आपका नाम क्या है? अतीक अहमद। 3 रूम बना अतीक। ऊपर मैं यही पैदा हुई बड़े साइन हॉस्पिटल में। हाँ, चैनल का सोलो संचारी। लेकिन हमको ये नहीं मालूम पड़ता है कोई मंदिर है। अच्छा कभी भी जाओ, कुछ भी उठा के ले आओ, कभी भी वो लोग आते हैं, हम जाते हैं, हमको कोई फर्क नहीं। अच्छा उनका जो भी त्यौहार है खुशी से मनाते हैं और बड़ा त्यौहार होता है सब लोग यहाँ आके बैठते हैं।
हम लोग अपना दुकान बंद कर देते बैठने तो उनको, अच्छा तो हम लोगों में कभी ऐसा कोई बात नहीं। अच्छा, मतलब पूरे भाईचारे से रहते पूरे हैं। भाई 92 में इतना दंगा हुआ पूरे हिंदुस्तान में, हाँ। यहाँ पे ये लोग कम है लेकिन हम लोगों ने कुछ नहीं होने दिए। आपका एज कितना है अभी? हमारा 66। कितना साल हुआ होगा दुकान को भी? अब ये दुकान को तो अभी जल्दी हुआ है, 35 साल हुआ होगा। ना? वो है ना तो अच्छा मेहनत करेंगे यहाँ ना तो छोटा से बड़ा हर घर में कुछ ना कुछ कारोबार। ഇവിടുത്തെ ചായ ഗ്ലാസ് ഒക്കെ ഇത്രയും കുഞ്ഞിതാണ് കേട്ടോ. അതെ, ചായ കുടിക്കാൻ സുഹൃത്തുക്കളെ. आपका नाम क्या है? मेरा नाम सुब्रा। सुहरा. आपका नाम क्या है? चाइना सैना. तो फैमिली है ना? हाँ, ये बेटी है। उसका वो इनके वो डैडी है। बाबू है, डैडी है, आपका बाबू है. आप 4 बच्चों. ओ वो क्या बेटी 2 बेटा। छोटा बच्चा है ना? बुला लेंगे तो शादी हो गई है, 2 नवासे हैं। बट वो बहुत यंग है. हाँ ये അത് ചായ പൈസ शुक्रिया once again. പകരനോട് ഫുഡും. थैंक यू, जज़ाकल्लाह, है ना? अल्लाह हाफिज, अस्सलाम वालेकुम। और भाई मुझे हिंदी थोड़ा थोड़ा मालूम, लेकिन इसलिए मैं इंग्लिश आई कैन स्पीक इंग्लिश. सीख जाएंगे हिंदी। आओ फिर आओ फिर आओ। हाँ ये सीखता है. टाइम आओ फिर। हाँ महाराष्ट्र में 1 मंथ हो गया मैं, तो हम थोड़ा थोड़ा आई कैन स्पीक. धन्यवाद, थैंक यू है ना. धन्यवाद मीन साथ साथ। നമ്മളിത് ഈ കടയിലാണ് കയറിയത്. അവർ നമുക്ക് ചായയൊക്കെ തന്നു, ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ടു. അത്രയും നല്ല ആൾക്കാരാണ്. പിന്നെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലമുണ്ട്. ഇവിടുത്തെ ആളുകളെല്ലാം ഒരു മുസ്ലിം മെജോറിറ്റി ഏരിയ ആണെങ്കിൽ പോലും അമ്പലത്തിലും ആളുകളൊക്കെ ഉണ്ട്. ഞാൻ അമ്പലത്തിനൊന്ന് അടുത്ത് പോയി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ ഒരു അമ്പലം വരുന്നത്. ശ്രീ മഹാമായി ശാന്തന മാരിയമ്മൻ ടെമ്പിൾ ആണ് കേട്ടോ. ഇതാണ് ആ ഒരു അമ്പലം വരുന്നത്. അകത്തേക്ക് കയറുന്നില്ലേ, മാരിയമ്മൻ അമ്പലമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റൊക്കെ തന്നെയാണ് ഇവരുടെ കടകളെല്ലാവരും. നമ്മളൊക്കെ വാർത്തകളിലൊക്കെ കേട്ടിട്ടുള്ള എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിൻ്റെ പേരിലുള്ള അക്രമങ്ങളും ഒക്കെ നടക്കുന്നതെന്ന് പറയുന്നതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റത്തൊന്നുമില്ല കേട്ടോ. ഇവിടെ ഉണ്ടാവുമായിരിക്കും കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു സ്ഥലത്തൊക്കെയുള്ള ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പീസ്ഫുള്ളി വളരെ സ്നേഹത്തോടെ തന്നെ ജീവിക്കുന്ന ആളുകളാണ്. അവരെല്ലാവരും അമ്പലത്തെ പറ്റിയിട്ട് അവർക്ക് നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. അവർ ഭയങ്കര സ്നേഹമായിരുന്നു അവർ. വി ആർ ഗോയിങ് റോങ് വേ. ഓക്കെ ടേക്ക്. നമ്മൾ തിരിച്ചു പോകാനുള്ള വഴി നോക്കണം. ഇത് എവിടെ നിന്നാണ് കറക്റ്റ് ഇടുന്നത് എനിക്കറിയാൻ പാടില്ല. ഏതോ ഒരു വഴി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും എന്തായാലും. നമ്മളിത് തിരിച്ചടക്കാൻ കേട്ടോ. നമുക്ക് ഇവിടുന്ന് സ്റ്റേഷനിലെത്തണം, അവിടുന്ന് ട്രെയിൻ കയറണം. ട്രെയിൻ കയറിയിട്ട് തിരിച്ച് നമ്മളുടെ ഹോസ്റ്റലിൽ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരിച്ച് എവിടെയാണ് സ്റ്റേഷൻ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. നമ്മൾ കറങ്ങി ലാസ്റ്റ് മാഹിം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് മാഹിം ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്നത്. ചേച്ചിമാർ ഇന്നിട്ട് കറക്റ്റായിട്ട് ക്ലീൻ ആക്കി ഇടുന്നത് കണ്ടോ. അവന്മാർ കളിക്കുകയാണ് കേട്ടോ, കോളേജ് പിള്ളേരാണ്. മാഹിം ജംഗ്ഷൻ, നമ്മളിവിടെ നിന്നാണ് ഇന്ന് ട്രെയിൻ കയറാൻ പോകുന്നത് കേട്ടോ. എത്ര പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് നോക്കിക്കുക സുഹൃത്തുക്കളെ. പ്ലാറ്റ്ഫോമുകളുടെ എണ്ണത്തിൽ ഒരു കണക്കും ഇല്ല. ഇതൊക്കെ അപ്പോൾ നമ്മളിത് ആ ഒരു സ്ലം ഏരിയാസൊക്കെ കണ്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫാണ് അവിടുത്തത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. ജീൻസ് ഉണ്ടാക്കുന്നവരുണ്ട്, മറ്റേ ക്ലോത്തിനൊക്കെ ഡൈ ചെയ്യുന്നവരുണ്ട്, ബാഗ് ട്രോളി മേക്കിംഗ് ഉണ്ട്, സാബുൻ അതായത് നമ്മളുടെ സോപ്പിൻ്റെ ഒക്കെ ഫാക്ടറികളുണ്ട്. അങ്ങനെ ഒരുപാട് ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളുടെ കൂടുതലുള്ളത് നമ്മളുടെ അപ്പോൾ നമ്മുടെ അഫ്രോസ് ഭായും ഞാനും കൂടിയാണ് ആ ഒരു സ്ലം ഏരിയസിലേക്ക് കയറിയത്. എല്ലാ അഫ്രോസ് ഭായിയുടെ പ്ലാൻ അനുസരിച്ചായിരുന്നു. കാരണം എനിക്ക് ഒറ്റയ്ക്ക് കയറാനായിട്ട് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. അഫ്രോസ് ഭായി കൂടെ ഉള്ളതുകൊണ്ടുള്ളൊരു ധൈര്യം കൂടി ഉള്ളതുകൊണ്ടാണ് കയറിയത്. പിന്നെ മൂപ്പര് വളരെ കൂളായിട്ടാണ് അവിടുത്തെ എല്ലാ ആൾക്കാരോടും കമ്പനിയായി എല്ലാവരോടും സംസാരിച്ചു. ഈവൻ ഞങ്ങളൊരാൾ അവിടെ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ തന്നു, ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു. അത്രയും സ്നേഹത്തോടെ അവിടുത്തെ ആൾക്കാർ നമ്മളോട് പെരുമാറിയത്. അപ്പം എന്താ പറയുക, ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ഭയാനകത ഒന്നും ആൾക്കാരുടെ പെരുമാറ്റത്തിലുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുകയോ ചെയ്തു. പിന്നെ വീഡിയോ എടുക്കുന്നതിൽ റിസ്ക്കും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ തിരിച്ച് ട്രെയിൻ പിടിക്കാൻ പോവാണ്. അയ്യോ, ട്രെയിൻ വരുന്നുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഒരു ട്രെയിൻ ഉണ്ട്, അത് മിസ്സാവാതെ കയറി കഴിഞ്ഞാൽ ഈ ട്രെയിനെ എൻ്റെ പൊന്നെ സുഹൃത്തുക്കൾ ഇത് നോക്കിക്കേ. ഇതിനകത്ത് കയറാനുള്ള ഒരു വഴിയില്ല കേട്ടോ. ടഫാണ് സുഹൃത്തുക്കൾ ഇതിനകത്ത് വലിഞ്ഞു കയറല്. സോ ഫുള്ള് നെക്സ്റ്റ് ട്രെയിൻ ഓൾസോ ഫുൾ है ना? नो वेट करेगा. ഓക്കെ, ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ. ഫുള്ളാണ് കേട്ടോ നോക്കിക്കേ. ബട്ട് ലേക്കിൻ ഇധർ ഫുൾ इधर खाली है, बहुत सीन्स खाली है.
അപ്പോൾ ഗൈസ് നമ്മളിതേ ട്രെയിനിലൊക്കെ കയറിയിട്ട് CST റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തി കേട്ടോ. ഇവിടുത്തെ ലോക്കൽ ബസ്സാണ് കേട്ടത്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ ബസ്സുകൾ ഒരുപാട് വരുന്നു പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിത് CST റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഈ കാണുന്ന ഒരു ബിൽഡിംഗ് നോക്കിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഈ ഒരു CSTയോട് ചേർന്ന് കിടക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ട് ഈ ഒരു ഏരിയയിൽ. എല്ലാവരും ജോലി കഴിഞ്ഞിട്ടൊക്കെ തിരിച്ച് പോകുന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗിയും നല്ല അപാരമാണ് കേട്ടോ. ഗുയിസ് പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇത് മ്യൂസിയം എന്തോ ആണ് കേട്ടോ. മ്യൂസിയം അതേപോലെ റെയിൽവേ പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ്. എനിക്കിതിനെ പറ്റി കറക്റ്റ് അറിഞ്ഞോട്ടെ. പക്ഷേ ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ബിൽഡിംഗ് കാണാനായിട്ട്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ നോർമലി ഒരാൾക്ക് വെറുതെ പോയിട്ടൊന്നും കയറാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്. ടൈം സ്ക്വയർ എന്തോ ആണ് ഗൂഗിൾ മാപ്പിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ആ ഒരു ബിൽഡിംഗ് നല്ല രസമാണ് കാണാനായിട്ട്. അവിടെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ആക്ച്വലി ഈ ഒരു ഫോർട്ട് ഏരിയ മുഴുവനും നല്ല ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു സ്പോട്ടാണ്. എന്തായാലും നമുക്ക് പതുക്കെ നമ്മുടെ ഡോർമെട്രിയിലേക്ക് നടക്കാം. നമ്മൾ രാവിലെ ക്രോസ് ചെയ്ത അതേ സിഗ്നൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗയ്സ് നമ്മളിതേ ഡോർമെട്രിയുടെ അവിടെ തിരിച്ചെത്തി കേട്ടോ. ഇത് മൊത്തം അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അയ്യോ ഡോമിലെത്തി. അയ്യോ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിതേ ആ ഒരു ധാരാവിലൊക്കെ പോയിട്ട് തിരിച്ച് ഡോർമെട്രിയിൽ വന്ന് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇന്നത്തെ ദിവസം മര്യാദയൊക്കെ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ വെള്ളം അത്ര നീറ്റായിട്ട് വന്നതുകൊണ്ട് ഞാൻ മാക്സിമം സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് അവോയ്ഡ് ചെയ്തു. ഫുഡൊന്നും മര്യാദ കഴിച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല. ആകെ ഒരു കരിക്കും കുറച്ച് 2 പഴമൊക്കെ മാത്രമാണ് ആകെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. റഹ്മാനിയ റെസ്റ്റോറൻ്റാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. എടാ ഹായ് പറടാ. ദേ മലയാളി ദേ നമ്മുടെ അഫ്രോസ് ഭായി. ഞങ്ങൾ ഫുഡ് ഓരോന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തോട്ടാ ഓക്കെ. ഇത് പനീറും പൊറോട്ടയും അപ്പവും മുട്ടക്കറി ബാക്കി പോകുന്നത് വേ പറയാം. അഫ്രോസ് ഭായി പൊറോട്ട കഴിച്ചോ? സൂപ്പർ. പുള്ളി എല്ലാം കഴിച്ചാലും സൂപ്പറാണ്. ഒരു പൊറോട്ട കഴിച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഞങ്ങൾ ബിരിയാണി ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാനത് കഴിക്കട്ടെ സുഹൃത്തുക്കളെ. अफरोज ब्रो एक बिरयानी खाओ इधर से। कहाँ बिरयानी? कहाँ है बिरयानी? किधर है बिरयानी? किधर है ये बिरयानी? नहीं वन बिरयानी वन मैन। खाओ अंडा अंडा हाफ लीजिए, हाफ यू टेक। ബിരിയാണി കൈസേ ഹോ? ബിരിയാണി എങ്ങനെ ഉണ്ടോ? ഞങ്ങളിത് അവിൽ മിൽക്ക് പറഞ്ഞു. എടാ ഇങ്ങോട്ട് നോക്ക്. നമ്മൾ മലയാളികളാണ്. നമ്മുടെ സ്വന്തം നാട്ടുകാരാണ്. പേരെങ്ങനെയാടാ? എൻ്റെ പേര് ഫഹദും അവൻ്റെ അനിയൻ സുൽത്താനും കാസർഗോഡ്. ഞങ്ങളിത് അവിൽ മിൽക്ക് പറഞ്ഞിട്ടോ. അവൻ്റെ അവിൽ മിൽക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ നമ്മുടെ പിള്ളേരുണ്ട്. ഹലോ പേരൊക്കെ പറഞ്ഞു. നിങ്ങൾ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഫിറോസ് അതെ നിഹാൽ. രണ്ടുപേരും എറണാകുളത്താണ്, കോതമംഗലംകാരാണ്. പിന്നെ നമ്മുടെ അഫ്രോസിക്ക ഉണ്ട്. ഇത് ഞങ്ങൾ മങ്കി കഫേയിൽ വന്നേക്കാണ്. ഡേ നമ്മളുടെ അവിൽ മിൽക്ക് ദേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ. എടാ കഴിക്കടാ, എടുക്കടാ. അഫ്രോസ് ഭായി ട്രൈ കരോ? कैसे अफरोज भाई? Very different. फर्स्ट टाइम है Yeah, first time I will take now. ഞാനിത് കുടിക്കട്ടെ സുഹൃത്തുക്കളെ. बहुत सीख गया भाई. टाइम में मिलता ना भाई. खाना और 1 घंटा लेट खाते अपन. क्या? അപ്പോൾ ഞാൻ തന്നെ കിട്ടും, എല്ലാവരും കിട്ടും. നെയ് ഉറങ്ങല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്നത്തെ ഫുൾ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ധാരാവിയിലൊക്കെ കറങ്ങി മൊത്തം ലോക്കൽ ട്രെയിനും യാത്രയും ഒക്കെ കണ്ട് ഇവിടെ ഇപ്പം മങ്കി കഫേയിൽ പോയിട്ട് അവിൽ മിൽക്ക് കുടിച്ച് എല്ലാവരും കിറിഞ്ചും മത്തായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ നേരെ പോയി കിടന്ന് ഉറങ്ങാൻ പോകണം. അപ്പോൾ ഈ ഒരു വൈൻഡ് അപ്പ് ചെയ്തേക്കാനുണ്ട്. എല്ലാവരും പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്ത എപ്പിസോഡ് ഇടുമ്പം അതും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ബൈ. Okay, good night.